ഒരു സിനിമ അവസാനിക്കാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ നിർത്തിവെച്ചിട്ടുണ്ടോ? ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ഈസ്റ്റർ പ്രഭാതം വരുന്നതിനു മുൻപേ ഓഫ് ചെയ്യുന്നത് സങ്കൽപ്പിക്കുക. ദുഃഖവെള്ളിയാഴ്ച ദിവസം സുവിശേഷം വായന നിർത്തുന്നത് സങ്കൽപ്പിക്കുക. എല്ലാം വ്യക്തമാക്കുന്ന അവസാന രംഗം കാണാതെ തിയേറ്റർ വിട്ടിറങ്ങുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ പുറത്തിറങ്ങി പറയും, ഇതിൽ ഒരർത്ഥവുമില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാനിച്ചത്? വിജയം എവിടെ? പ്രശ്നം കഥയിലായിരുന്നില്ല, പ്രശ്നം നിങ്ങൾ വളരെ നേരത്തെ നിർത്തി എന്നതായിരുന്നു. തോമസ് എഡിസൺ ഒരിക്കൽ പറഞ്ഞു, ജീവിതത്തിലെ പല പരാജയങ്ങളും വിജയത്തോട് എത്ര അടുത്തെത്തിയിരുന്നു എന്ന് തിരിച്ചറിയാതെ ഉപേക്ഷിച്ചവരുടേതാണ്. എത്ര വിവാഹങ്ങൾ ഒരു പ്രയാസകരമായ സംഭാഷണത്തിന് തൊട്ടുമുൻപ് അവസാനിക്കുന്നു? എത്ര മാതാപിതാക്കൾ മകനോ മകളോ ദൈവത്തിലേക്ക് മടങ്ങിവരാൻ പോകുന്നതിനു തൊട്ടുമുൻപ് പ്രാർത്ഥന നിർത്തുന്നു? എത്ര പേർ ദൈവം ഒരുക്കിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയാതെ തങ്ങളുടെ വിളി ഉപേക്ഷിക്കുന്നു? സ്വർഗം നിശബ്ദമായി തോന്നുമ്പോൾ എത്ര പേർ വിശ്വാസം കൈവിടുന്നു? ചിലപ്പോൾ ഏറ്റവും വലിയ ദുരന്തം പരാജയമല്ല, ദൈവം കഥ എഴുതി പൂർത്തിയാക്കുന്നതിനു മുൻപ് ഉപേക്ഷിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ് നിൽക്കുന്ന അവസ്ഥ. കുരിശിനു മുൻപുള്ള മല. വെറും 6 ദിവസം മുൻപ് ശിഷ്യന്മാർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം യേശു അവരോട് പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകണം. ഞാൻ കഷ്ടത അനുഭവിക്കണം. ഞാൻ കൊല്ലപ്പെടണം. പത്രോസ് ഉടനെ എതിർത്തു, കർത്താവേ, ഇത് ഒരിക്കലും അങ്ങേക്ക് സംഭവിക്കരുത്. കുരിശില്ലാത്ത കിരീടം അയാൾ ആഗ്രഹിച്ചു, കഷ്ടതയില്ലാത്ത മഹത്വം, ബലിയില്ലാത്ത വിജയം. സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കഥ അവസാനിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, മറിച്ച് അതിനെ നേരിടാൻ അവരെ ഒരുക്കാൻ. പെട്ടെന്ന് അവിടുത്തെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നു. അവിടുത്തെ വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതാകുന്നു. ഒരു നിമിഷനേരത്തേക്ക് സ്വർഗം മറനീക്കുന്നു. നസ്രത്തിലെ ആശാരി ശാശ്വത ദൈവപുത്രനായി വെളിപ്പെടുന്നു. യേശു ആ മലയിൽ ദൈവമായി മാറുകയല്ല, അവിടുന്ന് എന്നും ദൈവമായിരുന്നു. ശിഷ്യന്മാർ ഒരു നിമിഷത്തേക്ക് എപ്പോഴും മറഞ്ഞിരുന്നത് കാണുന്നു എന്ന് മാത്രം. എന്തിനാണ് ഇപ്പോൾ ഇത്? കാരണം താമസിയാതെ അവർ മറ്റൊരു മുഖം കാണും, സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതല്ല, മുറിവേറ്റതും രക്തം വാർന്നതും. മറ്റൊരു വസ്ത്രം, മഞ്ഞുപോലെ വെളുത്തതല്ല, പടയാളികൾ ഉരിഞ്ഞെടുത്തത്. മറ്റൊരു നിശബ്ദത, സ്വർഗത്തിൽ നിന്നുള്ള പിതാവിന്റെ ശബ്ദമല്ല, കാൽവരിയുടെ നിശബ്ദത. കഷ്ടതയ്ക്ക് സാക്ഷികളാകുന്നതിനു മുൻപ് യേശു അവരെ തന്റെ മഹത്വത്തിന് സാക്ഷികളാക്കുന്നു. കാരണം ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ അവർ താബോർ മല ഓർക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നു. ഹൃദയം ജ്വലിച്ച ഒരു ധ്യാനം. വർഷങ്ങളുടെ കുറ്റബോധം നീക്കിയ ഒരു കുമ്പസാരം. ക്രിസ്തു അവിശ്വസനീയമാം വിധം അടുത്തുവന്ന ഒരു ദിവ്യബലി. എല്ലാം മാറ്റിമറിച്ച ഒരു പ്രാർത്ഥന. ഇവ ലക്ഷ്യസ്ഥാനമല്ല, ഒരുക്കമാണ്. ഒരു ദിവസം താഴ്വര വരും, ആ താഴ്വരയെ നേരിടാനുള്ള ശക്തി ആ മല നമുക്ക് നൽകും. എക്സോദൂസിനെക്കുറിച്ചുള്ള സംഭാഷണം. മോശയും ഏലിയാവും യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് അവിടുത്തോട് സംസാരിക്കുന്നതായി മത്തായി പറയുന്നു. എന്നാൽ അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് ലൂക്കാ പറയുന്നു. ജെറുസലേമിൽ യേശു നിറവേറ്റാൻ പോകുന്ന തന്റെ പുറപ്പാട്, തന്റെ എക്സോദൂസ്. ആ വാക്ക് യാദൃച്ഛികമല്ല. മോശ ഒരിക്കൽ ദൈവജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് നയിച്ചു. ഇപ്പോൾ മോശ യേശുവിനോടൊപ്പം നിന്ന് ഒരു പുതിയ എക്സോദൂസിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈജിപ്തിൽ നിന്നല്ല, പാപത്തിൽ നിന്ന്, ചെങ്കടലിലൂടെയല്ല, കുരിശിലൂടെ, ഭൗമികമായ വാഗ്ദത്ത നാട്ടിലേക്കല്ല, സ്വർഗരാജ്യത്തിലേക്ക്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒടുവിൽ അവരുടെ ലക്ഷ്യത്തിലെത്തി. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ അവരുടെ മുൻപിൽ നിൽക്കുന്നു. വികാരാധീനനായ പത്രോസിന് മനസ്സിലാകുന്നില്ല. അയാൾ പറഞ്ഞു പോകുന്നു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ആരെ കുറ്റം പറയാൻ കഴിയും? കഷ്ടതയില്ല, ചതിയില്ല, കുരിശില്ല, മഹത്വം മാത്രം. താൻ എത്തിച്ചേർന്നു എന്ന് പത്രോസ് കരുതുന്നു. എന്നാൽ ഈ മല ഒരു നിമിഷത്തിളക്കം മാത്രമാണെന്ന് യേശുവിന് അറിയാം. വലിയ മഹത്വം ഇനിയും വരാനിരിക്കുന്നു. താബോറില്ല, കാൽവരിക്കപ്പുറം. നമ്മൾ പലപ്പോഴും പത്രോസിനെപ്പോലെയാണ്. നമ്മുടെ സൗകര്യപ്രദമായ നിമിഷങ്ങൾ നിലനിർത്താൻ നാം ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, ഒന്നും മാറാൻ അനുവദിക്കരുതേ. ബലിയില്ലാത്ത അനുഗ്രഹങ്ങൾ, സഹനമില്ലാത്ത സമാധാനം, ദുഃഖവെള്ളിയില്ലാത്ത ഉയിർപ്പ് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ മലയിൽ വിട്ടേക്കാൻ കഴിയാത്തത്ര സ്നേഹിക്കുന്നു. കാരണം താഴ്വരകൾ കാത്തിരിക്കുന്നു, ക്ഷമയ്ക്കായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, കരുണയ്ക്കായി കാത്തിരിക്കുന്ന ഏകാകികൾ, ഔദാര്യത്തിനായി കാത്തിരിക്കുന്ന ദരിദ്രർ, ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന രോഗികൾ, ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ശിഷ്യന്മാർക്കായി കാത്തിരിക്കുന്ന ഒരു തകർന്ന ലോകം. മല നാം ദൈവത്തെ കണ്ടുമുട്ടുന്നിടമാണ്. താഴ്വര നാം അവിടുത്തെ സാക്ഷികളാകുന്നിടമാണ്. അവിടുത്തെ ശ്രവിക്കുവിൻ.
പത്രോസ് സംസാരം പൂർത്തിയാക്കുന്നതിനു മുൻപ് പിതാവ് ഇടപെടുന്നു. സുവിശേഷങ്ങളിലുടനീളം പിതാവിന്റെ ശബ്ദം കേൾക്കുന്നത് വളരെ ചുരുക്കം തവണ മാത്രമാണ്. ഇവിടെ അവിടുന്ന് ഒരു കൽപ്പന മാത്രമേ നൽകുന്നുള്ളൂ. അവനെ ആരാധിക്കുവിൻ എന്നല്ല, അവനെ പ്രശംസിക്കുവിൻ എന്നല്ല, അവനെ സ്നേഹിക്കുവിൻ എന്നുപോലുമല്ല അവിടുന്ന് പറയുന്നത് ഇത്രമാത്രം: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. എല്ലാ പരിവർത്തനവും ആരംഭിക്കുന്നത് ശ്രവിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ലോകം മത്സരിക്കുന്ന ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നാം ആരാകണമെന്ന് സാമൂഹ്യമാധ്യമങ്ങൾ പറയുന്നു. എന്ത് നമ്മെ സന്തോഷിപ്പിക്കുമെന്ന് പരസ്യങ്ങൾ പറയുന്നു. ആരെ ഭയപ്പെടണമെന്ന് ഭയം പറയുന്നു. നാം പോരാ എന്ന് നമ്മുടെ പരാജയങ്ങൾ പറയുന്നു. ഉപേക്ഷിക്കാൻ നമ്മുടെ ഉത്കണ്ഠകൾ പറയുന്നു. എന്നാൽ എല്ലാ ശബ്ദങ്ങൾക്കും മുകളിൽ പിതാവിന്റെ ശബ്ദം നിലകൊള്ളുന്നു: അവനെ ശ്രവിക്കുവിൻ. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് യേശു പറയുമ്പോൾ ശ്രവിക്കുക. 77 പ്രാവശ്യം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ശ്രവിക്കുക. നിന്റെ കുരിശ് ചുമക്കുക എന്ന് പറയുമ്പോൾ ശ്രവിക്കുക. ഉത്കണ്ഠപ്പെടരുത് എന്ന് പറയുമ്പോൾ ശ്രവിക്കുക. ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രവിക്കുക. മറ്റെല്ലാ ശബ്ദവും ഒടുവിൽ മാഞ്ഞുപോകും. അവിടുത്തെ ശബ്ദം മാത്രമേ നിത്യജീവൻ നൽകൂ. അവിടുന്ന് അടുത്തുവരുന്നു. ശിഷ്യന്മാർ ഭയന്ന് നിലത്ത് വീണുവെന്ന് മത്തായി എഴുതുന്നു. അവർ അധികമായി കണ്ടിരുന്നു. എന്നാൽ യേശു അവരെ അവിടെ വിട്ടേക്കുന്നില്ല. യേശു വന്ന് അവരെ തൊട്ടു. സ്വർഗ്ഗത്തിൽ നിന്ന് സംസാരിക്കാമായിരുന്നു. എഴുന്നേൽക്കാൻ കൽപ്പിക്കാമായിരുന്നു. പകരം അവിടുന്ന് അടുത്തുവരുന്നു, ഭയപ്പെട്ടവരെ തൊടുന്നു, എന്നിട്ട് പറയുന്നു: എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. എഴുന്നേൽക്കുക എന്നതിന് മത്തായി ഉപയോഗിക്കുന്ന വാക്ക് പിന്നീട് ഉയിർപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്കാണ്. ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് യേശു ഇപ്പോൾ തന്നെ ഈസ്റ്റർ മന്ത്രിക്കുകയാണെന്ന് തോന്നും. ഇന്ന് എത്ര പേർക്ക് ആ സ്പർശം ആവശ്യമുണ്ട്? ഒരാൾ ഒരു പ്രിയപ്പെട്ടയാളെ അടക്കം ചെയ്തിരിക്കുന്നു. ഒരാൾ രോഗവുമായി ജീവിക്കുന്നു. ഒരാൾ ഒളിഞ്ഞ ഉത്കണ്ഠ വഹിക്കുന്നു. തന്റെ പ്രാർത്ഥനകൾ ഇനിയും അർത്ഥവത്താണോ എന്ന് ഒരാൾ സംശയിക്കുന്നു. കുരിശ് ചുമക്കുന്നതിൽ ഒരാൾ തളർന്നിരിക്കുന്നു. യേശു ഇപ്പോഴും അടുത്തുവരുന്നു. അവിടുന്ന് ഇപ്പോഴും കൈനീട്ടുന്നു. അവിടുന്ന് ഇപ്പോഴും മന്ത്രിക്കുന്നു: എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. ശ്രദ്ധിക്കുക, യേശു ആദ്യം കുരിശ് നീക്കുന്നില്ല, അവിടുന്ന് ആദ്യം ഭയം നീക്കുന്നു. കാരണം ധൈര്യം എന്നാൽ കഷ്ടത ഇല്ലാതിരിക്കുന്നതല്ല, ധൈര്യം എന്നാൽ കുരിശ് ചുമക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. യേശു മാത്രം. ദർശനത്തിന്റെ അവസാനം ഈ രൂപാന്തരീകരണത്തിന്റെ മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളുന്ന ഒരു വാക്യം മത്തായി നിശബ്ദമായി എഴുതുന്നു: അവർ കണ്ണുയർത്തി നോക്കിയപ്പോൾ യേശുവിനെയല്ലാതെ മറ്റാരെയും കണ്ടില്ല. മോശ പോയി, ഏലിയാവ് പോയി, മേഘം അപ്രത്യക്ഷമായി, യേശു മാത്രം അവശേഷിച്ചു. ഒരു ദിവസം നമ്മുടെ യൗവനം അപ്രത്യക്ഷമാകും. നമ്മുടെ വിജയം അപ്രത്യക്ഷമാകും. നമ്മുടെ സമ്പത്ത് അപ്രത്യക്ഷമാകും. നാം സ്നേഹിക്കുന്നവർ പോലും ഒരു ദിവസം ഈ ലോകം വിട്ടുപോകും. എന്നാൽ നമ്മുടെ യാത്രയുടെ അവസാനം കണ്ണുയർത്തി യേശുവിനെ മാത്രം കാണുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒന്നും നാം നഷ്ടപ്പെടുത്തിയിട്ടില്ല: നമ്മുടെ താബോർ മല. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ നാം ഈ ബലിപീഠത്തിലേക്ക് അടുക്കും. ഇതാണ് നമ്മുടെ താബോർ മല. നമ്മുടെ കണ്ണുകൾ സാധാരണ അപ്പവും വീഞ്ഞും കാണും, എന്നാൽ വിശ്വാസം അതിനേക്കാൾ എത്രയോ വലിയ ഒന്ന് കാണുന്നു: മഹത്വീകൃതനായ ക്രിസ്തുവിനെ. സൂര്യനെപ്പോലെ മുഖം പ്രകാശിച്ച അതേ യേശു ഇപ്പോൾ ദിവ്യബലിയുടെ എളിയ രൂപത്തിൽ മറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. വീണ്ടും സ്വർഗം സാധാരണ വസ്തുക്കളിൽ ഒളിക്കുന്നു. വീണ്ടും ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു, ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ അല്ല, മറിച്ച് ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ നമ്മെ തിരികെ അയക്കാൻ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ചെയ്തുപോലെ അവിടുന്ന് നമ്മെ താഴ്വരയിലേക്ക് തിരികെ അയക്കുന്നു, കൂടാരങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ച് അവിടുത്തെ രാജ്യം പണിയാൻ, സൗകര്യത്തിൽ തുടരാനല്ല, മറിച്ച് വിശുദ്ധരാകാൻ. ഒരുപക്ഷേ പത്രോസിന് ഇത് വർഷങ്ങൾക്കു ശേഷമേ മനസ്സിലായുള്ളൂ: മലയിൽ കൂടാരങ്ങൾ പണിയാനല്ല യേശു ഉദ്ദേശിച്ചത്, താഴ്വരയിൽ വിശുദ്ധരെ പണിയാനായിരുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കാൻ പ്രലോഭിതരാണെങ്കിൽ, കഥ അവസാനിച്ചെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ, ദുഃഖവെള്ളിയാഴ്ച അവസാന അധ്യായമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, താബോർ മല ഓർക്കുക. കഥ അകാലത്തിൽ നിർത്തരുത്. അവിടുത്തെ ശ്രവിക്കുവിൻ. എഴുന്നേൽക്കുവിൻ. ഭയപ്പെടേണ്ട. കാരണം മലയിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവം തന്നെയാണ് ഓരോ താഴ്വരയിലും നിങ്ങളോടൊപ്പം നടക്കുന്ന ദൈവം. ഓരോ കുരിശിനും അപ്പുറം ഉയിർപ്പുണ്ട്. ഓരോ താഴ്വരയ്ക്കും അപ്പുറം മഹത്വമുണ്ട്. വിശ്വസ്തമായ ഓരോ സഹനത്തിനും അപ്പുറം കൈകൾ നീട്ടി കാത്തുനിൽക്കുന്ന ക്രിസ്തു തന്നെ നിൽക്കുന്നു. ആമേൻ.